ഹലോ ഹായ് നമസ്തേ, ഇത് ആയുഷാണ്. ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ തവണ ഞാൻ ഒരു വ്ളോഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്കറിയാം, ഞാൻ അധികം നമ്മുടെ ചാനലിൽ വ്ളോഗൊന്നും ചെയ്യാറില്ല. കാരണം വ്ളോഗ് ചെയ്യുന്ന കാര്യത്തിൽ ഞാനൊരു തോൽവിയാണ്. വെറും തോൽവിയല്ല, ലോക തോൽവി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുകയുണ്ടായി. പത്തനംതിട്ട ഓമല്ലൂരിൽ ഇപ്പോൾ വൽവാണിഭ നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കണമെന്ന്. ഇതിന് മുമ്പുള്ള 3 വർഷം ഞാൻ തുടർച്ചയായിട്ട് അവിടുത്തെ വീഡിയോകൾ ചെയ്തിരുന്നു. അതുകൊണ്ടായിരിക്കണം ആളുകൾ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്, ഈ വർഷത്തെ കൂടി ഒന്ന് കാണിക്കണമെന്ന്. നമ്മൾക്കറിയാം, തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാർഷിക വിപണന മേളകളിലൊന്നാണ് ഓമല്ലൂർ വയൽവാണിഭം. ഇതിൻ്റെ ഒരു ചരിത്രമൊക്കെ ഉണ്ട്, അതൊന്നും പറയാൻ എനിക്കറിയത്തില്ല. പിന്നെ സ്കൂളിൽ പോകുന്ന കാലം തൊട്ട് തന്നെ ഈ ചരിത്രമൊക്കെ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പണ്ട് ഔറംഗസീബ് വന്നിട്ട് അത് കാണിച്ചു, അക്ബർ ഇത് കാണിച്ചു, ഇതൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്ത് നേട്ടമുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ വൽവാണിഭത്തിൻ്റെ തുടക്കമേ. അപ്പോൾ അവിടെ ചേനവിത്ത് എന്താണ് ചീമച്ചേമ്പിൻ്റെ തടയൊക്കെയാണ്. നല്ല സൈസുള്ള ചീമച്ചേമ്പിൻ്റെ തട, അതുപോലെ വിത്തിഞ്ചി, മഞ്ഞൾ, ചേമ്പ് എല്ലാം ഉണ്ട്. ചേട്ടാ ഇതെല്ലാം വിത്തിന് വേണ്ടിയുള്ളതല്ലേ? എല്ലാം വിത്താണല്ലേ? ചേട്ടാ ഇത് എവിടുന്ന് കൊണ്ടുവരാ? ലോക്കൽ തന്നെയാണ് അല്ലേ? ശരി ശരി. എങ്ങനെയാ വില? എങ്ങനെയാണ് ചേന വിത്തിന്? എങ്ങനെയാണ്? 90. അപ്പൊ വലിയ വ്യത്യാസമല്ലേ? കഴിഞ്ഞ കൊല്ലം ഈ വിലയൊക്കെ തന്നെയല്ലേ? 10 രൂപ ആന്നില്ലയോ? പിന്നെ ചീമച്ചാമ്പിന്റെ തടയ്ക്ക് 40 അല്ലേ? മറ്റേ കിഴങ്ങ് അങ്ങനെയൊക്കെ? കിഴങ്ങിന് 80 രൂപ. 80. ഇഞ്ചിക്ക് 170 രൂപ. 120 അല്ലേ? കൊച്ചിയാമ്പ് 180 രൂപ. 180 അല്ലേ? കൊച്ചിയാമ്പെന്ന് വെച്ചാൽ കണ്ണൻ ചേമ്പ്. ശരി. മഞ്ഞൾ 40 രൂപ. മഞ്ഞൾ 40 അല്ലേ? എല്ലാം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തന്നെയല്ലേ? ശരി ശരി. ചേട്ടൻ തന്നെ എല്ലാ കൊല്ലം ഇവിടെ ഈ ഭാഗം ചേട്ടൻ തന്നെ അല്ലയോ? ശരി ശരി. 23 വർഷം. എങ്ങനെ? 24 വർഷമായിട്ട് ഇവിടെ വിൽക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഏട്ടാ, ശരി ശരി, താങ്ക് യു. നമ്മുടെ അപ്പുറത്തെ കട. ഓ മനസ്സിലായി മനസ്സിലായി. ഈ വിത്തുകളൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? തൃശ്ശൂരാണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ കാബേജ്, സൺഫ്ലവർ, നീളം വഴുതന, അങ്ങനെ എല്ലാം നാടൻ വിത്തുകൾ തന്നെയില്ലയോ? ഹൈബ്രിഡ് ഒന്നും ഇല്ലല്ലോ? എല്ലാം നാടൻ അല്ലേ? എങ്ങനെ വിത്തിൻ്റെ പാക്കറ്റ്? എങ്ങനെ ഒരു പാക്കറ്റ് 20 രൂപ അല്ലേ? ഇതാണ് നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന കഞ്ഞിക്കുഴി പയറാണ്. ഇതിന് 20 തന്നെയാണ്. കഞ്ഞിക്കുഴി പയറെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീളം വെക്കുന്ന ടൈപ്പ് പയറാണ് കഞ്ഞിക്കുഴി പയർ. ഒരു പാക്കറ്റിന് 20 രൂപ. പിന്നെ ഇത് ചെടി മുരിങ്ങ. ഇത് കപ്പുകളൊക്കെ കിട്ടുന്ന ഇതാണ്. കപ്പ, ഗ്ലാസ്, അങ്ങനെയൊക്കെയുള്ള പണ്ട് കാലത്തുണ്ടായിരുന്ന പോലെ പ്രിന്റഡ് ഗ്ലാസ്സുകളൊക്കെയാണ്. ചേട്ടാ എങ്ങനെ വില? 4 100 അല്ലേ? ഇതെല്ലാം സെയിം വില തന്നെയാ? അങ്ങനെയല്ലേ? 20 അല്ലേ? ശരി ശരി. ഉള്ളല്ലേ? ഓക്കെ ശരി. കപ്പിന് എങ്ങനെയാണ് ഈ കപ്പ? 5 100 അല്ലേ? ശരി. ഈ കാണുന്നതും ചേന വിത്ത്, ചേമ്പ് വിത്ത് അതൊക്കെ കിട്ടുന്നതാണ്, സ്റ്റാളാണ്. ഇതൊക്കെ ചീമച്ചേമ്പിൻ്റെ തടകളാണ്. അതുപോലെ ചേന, അവിടെ കാച്ചിലിൻ്റെ വിത്തുകളുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ എല്ലാം വില ഏതാണ്ട് സെയിം തന്നെയാണ് കേട്ടോ. ഇവിടെ വിലകൾ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ആദ്യം കണ്ട അതേ വില തന്നെയാണ്. കാരണം ഇവർ തമ്മിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഒന്നുമില്ല ഇവിടെ. ഇവിടെ തൊട്ടാണ് നമ്മുടെ കൂന്താലി, തൂമ്പ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കിട്ടുന്ന സ്റ്റാളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ തടിയിലുള്ള മത്തുണ്ട്, എലിപ്പെട്ടി, ചിരട്ടത്തവി, അങ്ങനെയുള്ള ഐറ്റം. പിന്നെ ഇരുമ്പ് തോട്ടികൾ കിട്ടും ഇവിടെ, ഇരുമ്പ് തോട്ടി. പിന്നെ അതുപോലെ നമ്മുടെ കൂന്താലിക്കയ്യ, തൂമ്പാക്കയ്യ എല്ലാം ഉണ്ട് ഇവിടെ. ഇത് എന്തിലുള്ള തടിയാണ്? ഇത് പനയാണോ? പനയാണ്. പനയും കവുങ്ങും അല്ലേ? പനയും കവുങ്ങും അല്ലേ? ഇവിടുത്തെ മറ്റു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുന്ന് ഈ തൂമ്പാക്കയ്യോ കൂന്താലിക്കയ്യോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ തന്നെ അത് ഉറപ്പിച്ചുകൊണ്ട് പോകാനുള്ളത്. അവിടെ അതിനൊക്കെ ആളുണ്ട്, അവിടെ ഉറപ്പിച്ച് കിട്ടുന്നതാണ്.
അപ്പോൾ നമ്മളത് ഉറപ്പിക്കാൻ വേണ്ടി വേറെ ആളെ തപ്പി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുന്ന് തന്നെ നമുക്ക് കൂന്താലി വാങ്ങിക്കാം. അതുപോലെ കയ്യും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിപ്പം കൂന്താലി തന്നെയല്ലേ കോടാലി എല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് പോകാവുന്നതാണ്. കണ്ടില്ലേ, ഉറപ്പിക്കാൻ ആളെ കൊണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇനി സെപ്പറേറ്റ് ആളെ തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ചെങ്ങടിയൊക്കെ ഉണ്ട്, തടിയിൽ കൊത്തിയ ചെങ്ങടി, ചിരട്ടത്തവി, പിന്നെ തടി തീർത്ത തവികളെ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഇരുമ്പ് അപ്പച്ചട്ടി ഉണ്ട്, അതേപോലെ ഉണ്ണിയപ്പക്കാര, എല്ലാം ഇരുമ്പിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ അടുക്കളയിലോട്ട് ആവശ്യമുള്ള എല്ലാം കിട്ടും. പിന്നെ നമ്മുടെ ദോശക്കല്ലാണ് ഇരുമ്പിലുള്ള. ഇതൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് ആളുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. ഈ കൈക്കോട്ടാലി എന്നാ വിലയാ? 450 അല്ലേ? ഏത് സൈസ് എടുത്താലും സെയിം വില തന്നെയാണ്. 350, 450 അല്ലേ? നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം നടക്കുവേ. 350, 450 സൈസ് അനുസരിച്ച്. നിങ്ങളിതൊക്കെ എവിടുന്ന് കൊണ്ടുവരുന്നതാണ്? ചാരിമൂടിൽ. ശരി ശരി. ഇതെല്ലാം നിങ്ങൾ കുടിൽ വ്യവസായം പോലെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണോ? ശരി. ഈ മരോട്ടി തോട്ടിക്ക് തന്നെ വിലയാ? ഇതിന് തോട്ടിക്ക് 50 രൂപ അല്ലേ? വെട്ടുകത്തിക്കൊക്കെ 250 രൂപ തൊട്ട് മുകളിലോട്ട് അല്ലേ? നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഏതാണ്ട് എല്ലാ സൈസിലുള്ളതും ലഭ്യമാണ്. 250 രൂപ തൊട്ട് മുകളിലോട്ടാണ് വില വെട്ടുകത്തിക്ക്. നല്ല സൈസുള്ള വെട്ടുകത്തികൾ ലഭ്യമാണ് ഇവിടെ. അതായത് നമ്മുടെ വീട്ടിലെ ആവശ്യം തൊട്ട് അല്പം ഹെവി യൂസിന് വരെയുള്ളത് ഇവിടെ സ്റ്റോക്കുണ്ട്. നല്ല പിടിയൊക്കെ ഇട്ട ഐറ്റമാണ്. അരുണിനെ നമുക്ക് സഹായിക്കാം. നമ്മൾ ഈ അരുണിന്റെ വീഡിയോ കഴിഞ്ഞ കൊല്ലം ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പുതിയതായിട്ട് എന്തൊക്കെയാണ് ഉണ്ടെന്നേക്കുന്നത്? നമ്മൾ കഴിഞ്ഞ തവണ LED ബൾബല്ലേ മെയിനായിട്ട് കാണിച്ചിരുന്നത്. ഇപ്പൊ പുതിയതായിട്ട് എന്തൊക്കെയുണ്ട്? സോപ്പ്, ലോഷന്, പാത്രം കഴുകുന്നത്. ഇത് സ്വന്തമായിട്ട് ഇപ്പൊ ഉണ്ടാക്കുന്നതാണോ? ശരി. ഇത് ഗ്ലിസറിൻ സോപ്പാ അല്ലേ? ശരി ശരി. വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യുന്നത്. ഇതിനെങ്ങനെ വില? 4 100 അല്ലേ? പിന്നെ അത് പച്ചക്കറി അരിയുന്നത്. ചോപ്പർ അല്ലേ? ഇതിനെങ്ങനെ വില വരുന്നത്? അത് ചെറുത് വരുമ്പോൾ 200, വലുത് വരുമ്പോൾ 300. ഇത് 300 അല്ലേ? ശരി. പിന്നെ അത് പാത്രം കഴുകുന്നത്. ഓക്കെ. അത് 400. ഇതിനെങ്ങനെ വില? അത് 400 അല്ലേ? ശരി ശരി ശരി. പിന്നെ സോപ്പ് പൊടിയുണ്ട്. സോപ്പ് പൊടിയുണ്ട് അല്ലേ? ബൾബുണ്ട്. ശരി ശരി. നമ്മൾ കഴിഞ്ഞ വർഷം ഉള്ളത് തന്നെയാണ്. ഓക്കെ. ബൾബ്. ശരി ശരി. ഐറ്റങ്ങൾ വരുന്നേ ഉള്ളൂ ഇല്ലയോ? എങ്ങനെയുണ്ട് ആളുകളൊക്കെ? വർഷത്തെ അപേക്ഷിച്ച് പൊതുവെ കുറവാണ്. കുറവാണില്ലയോ? പിന്നെ ആളുകൾ അധികം എത്തുന്നില്ല. ചൂട് നന്നായിട്ട് ചൂട് നിൽക്കുമല്ലോ പിള്ളേരുടെ പരീക്ഷ. അത് തന്നെ. പിന്നെ അത് തന്നെയല്ല, വൈകിട്ടാണെങ്കിൽ മഴയും. ശരി ശരി. അതെ. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എല്ലാ കൊല്ലത്തെ പോലെ നല്ല ആൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി അവധി കൊണ്ട് തുടങ്ങുമല്ലേ? ശരി. പിന്നെ ഇത് നമ്മുടെ കറിച്ചട്ടികളൊക്കെയാണ്. ഈ അമ്മയ്ക്ക് എല്ലാ കൊല്ലവും ഇവിടെ എത്തുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പ് 2 തവണ വീഡിയോ ഇട്ടപ്പോഴും ഈ അമ്മ ഉണ്ടായിരുന്നു ഇവിടെ. എനിക്ക് തോന്നുന്നു ഓച്ചിറ അമ്പലത്തിൻ്റെ ഇവിടെ ചട്ടിയൊക്കെ വെക്കുന്ന അമ്മയാന്ന് തോന്നുന്നു. അപ്പോൾ ആളുകളൊക്കെ ചട്ടിയൊക്കെ നോക്കിയെടുക്കുന്നുണ്ട്. ഇവിടെ തെക്കിനകത്ത് സീഡ്സ് എന്ന് പറഞ്ഞിട്ട് പച്ചക്കറി വിത്ത് കിട്ടുന്ന സ്റ്റാളുണ്ട്. ചേട്ടാ, ഇതെല്ലാം നാടൻ വിത്തുകൾ തന്നെയാണോ? എങ്ങനെയാ പാക്കറ്റ്? എങ്ങനെ? 20 അല്ലേ? പാലക്കാട് നിന്ന് കൊണ്ടുവരുന്നത് അല്ലേ? ശരി. പൂച്ചെടികളുടെ വിത്തുകളുണ്ട്. അതേപോലെ നീലയമര, നിലവണ്ട, പാലക് ചീര, മല്ലിച്ചപ്പ്, അങ്ങനെ നമുക്ക് അത്യാവശ്യം അടുക്കളത്തോട്ടത്തിലേക്ക് വേണ്ടുന്ന എല്ലാ പച്ചക്കറി വിത്തുകളും ഇവിടെ ലഭ്യമാണ്. പിന്നെ ഇത് കണ്ടില്ലേ, നാടൻ വെണ്ടയാണ്. 35 ദിവസം കൊണ്ട് കായ്ക്കുന്നത്. ഇത് തന്നെയല്ലേ നിലവണ്ട എന്ന് പറയുന്നത്? തന്നെയല്ലയോ? ഓക്കെ, നിലവണ്ട. അധികം പൊക്കമില്ലാതെ 35 ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്നതാണ്. വിളവല്ല, കായ്ച്ചു തുടങ്ങുന്നതാണ്. നാടൻ വെണ്ടയാണത്. പിന്നെ നമ്മുടെ നീളം കഞ്ഞിക്കുഴിപ്പയർ, അത് നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ് കഞ്ഞിക്കുഴിപ്പയറെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ ബേബി പടവലമുണ്ട്. 45 ദിവസം കൊണ്ട് കായ്ക്കുന്ന, 45-ാം ദിവസം കായ്ക്കുന്ന ബേബി പടവലം അതിവിടെ ലഭ്യമാണ്. അപ്പോൾ ഇതാണ് സ്റ്റാള്. ചേട്ടാ, വെട്ടുകത്തിക്ക് എങ്ങനെ വില?
ഏറ്റവും ചേർന്ന ഒരു 250 രൂപ മുതൽ 250 തൊട്ട് മുകളിലോട്ട് അല്ലേ? എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ? സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. എവിടുന്ന് കൊണ്ടുവരുന്നത്? എൻ്റെ വീട് അരീക്കൽ, കാരക്കാട്. കാരക്കാട് അല്ലേ? ചെങ്ങന്നൂർ അരീക്കാട്. ഓക്കെ, ചെങ്ങന്നൂരിൽ നിന്ന് കൊണ്ടുവരുന്നു. ഓ ശരി ശരി ശരി. പണ്ടത്തെ ബദിയടി. ഓ മനസ്സിലായി മെതിയടി. ഇപ്പൊ ഇന്ന് ആരും ഇട്ടൊന്ന് എന്നാലും സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. അതെ. പറക്കൊക്കെ എങ്ങനെ വില? ഇത് 1500 രൂപ സെറ്റ്. എല്ലാം കൂടെ സെറ്റായിട്ട്. അതെ അതെ. ഓക്കെ. ഇത് കെട്ടാത്തുണ്ട് 4000 അല്ലയോ? ശരി ശരി. ഇതെന്താ മേറ്റി ചുറ്റി വെച്ചേക്കുന്നത്? എന്താ പിച്ചളയാണോ? ഇത് പിച്ചള കെട്ടി. പിച്ചള കെട്ടിയതാണല്ലേ? ശരി ശരി ശരി. ഈ കൈക്കോടാലിക്ക് എന്നാ വില? 350 അല്ലേ? 400 വലിപ്പം അനുസരിച്ച് അല്ലേ? ശരി ശരി ശരി. പപ്പച്ചട്ടി അങ്ങനെയുള്ള എല്ലാം കിട്ടുമല്ലേ? അതെ 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 ശരി ശരി. ഇപ്പൊ പഴമയിലോട്ട് വീണ്ടും പോവാണ്. പഴയ കാലത്തെ അതെ അതെ ഇതൊക്കെ നമുക്ക് ഒരു കുഴപ്പങ്ങളും വരുത്തില്ല. അതെ അതെ അതെ. ശരി. എല്ലാ ആൾക്കാരും ഇരുട്ടിന്റെ യാത്രകളാണ്. ഓ ശരി ശരി ശരി. അതുകൊണ്ട് ഇത് നല്ല ചെലവ്, നല്ല ഡിമാൻഡും ഉണ്ട്. ശരി ശരി. ചേട്ടൻ ഇവിടെ അല്ലാതെ ഈ മേളകളല്ലാതെ സെയിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഈ മേളകൾ എങ്ങനെ? നമ്മുടെ പന്തളത്തുണ്ടായിരുന്നു. ഇപ്പൊ ഇത് കഴിഞ്ഞ ചാമക്കാവില്. അത് കഴിഞ്ഞ് നടത്തുക. ശരി ശരി ശരി. 35 വർഷത്തിൽ ഇവിടെ വരും. ഓ ശരി ശരി. ഇത് വന്നപോലെ പച്ചക്കറി വിത്തുകളൊക്കെ കിട്ടുന്ന സ്റ്റാളാണ്. എങ്ങനെ വില ഇതിന്? 20 അല്ലേ? ഇത് എവിടുന്ന് കൊണ്ടുവരുന്ന വിത്തുകള? തൃശ്ശൂർ മണ്ണുത്തില്ലയോ? നിങ്ങളെല്ലാ കൊല്ലം ഇവിടെ മേളയ്ക്ക് എത്താറുണ്ട്? വാണിഭത്തിന് എത്താറുണ്ട് ഇല്ലയോ? ശരി ശരി. അല്ലാത്ത സമയത്ത് ഇവിടെ വിൽപ്പന കായംകുളത്താ അല്ലയോ? ഓക്കെ. ഇവിടെ വാണിഭം നടക്കുന്ന സമയത്ത് ഒരു മാസം ഇവിടെ കാണും. ശരി ശരി. ചേട്ടാ ചേനവിത്ത് എങ്ങനെയായിരുന്നു വില? 85 അല്ലേ? ചേനവിത്ത് 85. കാച്ചിലോ? കാച്ചിൽ 90 അല്ലേ? 90. നമ്മുടെ വെട്ടിയാമ്പ ചീമച്ചാമ്പൻ എങ്ങനെ? കിലോ 70 അല്ലേ? കപ്പ നമ്മുടെ ഈ വെള്ളക്കപ്പ നുറുക്കിന് എന്താ അല്ലേ? കിലോ 80 അല്ലേ? നല്ല വൈറ്റാണ്, കറുപ്പൊന്നുമില്ല. നന്നായിട്ട് ഉണങ്ങിയെടുത്ത കപ്പയാണ്. വാട്ടല്ലോ ചേട്ടാ? വാട്ടക്കപ്പയ്ക്ക് 280 അല്ലേ? വാട്ടക്കപ്പ രണ്ടും കിലോ 80. ചീമച്ചേമ്പ് 40. ചീമച്ചേമ്പിൻ്റെ തടയ്ക്ക് 40 രൂപ. ഇത് നമ്മുടെ കൃഷിഭവനാണ്. ഈ ബാക്കി കാണുന്നതാണ് കൃഷിഭവനെ, ഗവൺമെൻറ് കൃഷിഭവൻ. മാർക്കറ്റിനകത്ത് തന്നെയാണ്. ചേട്ടാ ചേന എങ്ങനെ വിത്തിന്? ചേന വിത്ത് എങ്ങനെ കിലോ? ചേനയ്ക്ക് എങ്ങനെ വില? കിലോ 80 അല്ലേ? നമ്മൾ തുടക്കത്തിലൊക്കെ അവിടെയൊക്കെ 90 പക്ഷേ നമ്മുടെ കൃഷിഭവൻ്റെ തൊട്ട് ഇതിനകത്ത് തന്നെ കൃഷിഭവൻ്റെ ഫ്രണ്ടിലുള്ള സ്റ്റാളുണ്ട്. അവിടെ കിലോ 80 ഉള്ളേ. അപ്പം നമ്മൾ നോക്ക്, ഇവരൊക്കെ പണ്ട് തൊട്ട് തന്നെ ഇവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. ഇഞ്ചി 150 അല്ലേ? 70. ഓക്കെ. ചീമച്ചേമ്പ് 70. വാട്ടച്ചീനി 90 അല്ലേ? ഇത് 80 അല്ലേ? വെള്ള നുറുക്കപ്പ 80. ഇതിന് 85. 90 അല്ലേ? വാട്ടക്കപ്പ 90. മഞ്ഞളിന് 40 രൂപ കിലോ അല്ലേ? മഞ്ഞൾ 40. നമ്മുടെ ചീമച്ചേമ്പിൻ്റെ തടയ്ക്കോ 30 അല്ലയോ? ചീമച്ചേമ്പിൻ്റെ തടയ്ക്ക് 30. ബാക്കി എല്ലായിടത്തും 40 ആണ്. നമ്മുടെ കൃഷിഭവൻ്റെ മുമ്പിലുള്ള സ്റ്റാളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ 30 രൂപയുള്ളേ. 10 രൂപ ലാഭിക്കാം. നല്ല തടയാണ്, നല്ല സൈസുള്ളതാണ്. മീൻചട്ടി, കറിച്ചട്ടി, അതുപോലെ മൺകൂജ എല്ലാം ഉണ്ട്. മൺകൂജ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചൂടുകാലത്ത് നമുക്ക് ആവശ്യമുള്ളതാണ്. നാച്ചുറലായിട്ട് വെള്ളം തണുപ്പിക്കുന്നതാണ്. അതും ടാപ്പെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഈ വിത്തുകളൊക്കെ കിട്ടുന്ന ചേന വിത്ത്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് മധുരക്കിഴങ്ങുണ്ട്. നമ്മൾ മറ്റെങ്ങും കണ്ടില്ല, പക്ഷെ ഇവിടെ മധുരക്കിഴങ്ങുണ്ട്. പിന്നെ ചീമക്കിഴങ്ങൊക്കെ പിന്നെ എല്ലായിടത്തും ഉള്ളതാണ്. കാച്ചിലെ ചീമച്ചേമ്പിൻ്റെ വിത്ത് എല്ലാം ഉണ്ട്. പിന്നെ ഇരുമ്പ് ചീനിച്ചട്ടി, ഉണ്ണിയപ്പക്കാര്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്.
ഇവരൊക്കെ എല്ലാ കൊല്ലം ഇവിടെ എത്തുന്നതാണ് കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ചേന, ചേമ്പ്, അതുപോലെ വിത്തിഞ്ചി എങ്ങനെ ഇഞ്ചി 100 രൂപ അല്ലേ? ശരി. പിന്നെ നമ്മുടെ സ്ഥിരം പച്ചക്കറി ചേട്ടനാണ്. നമ്മുടെ കൃഷിയൊക്കെ നമ്മുടെ ആയുഷ് മീഡിയയിലെ കൃഷി തുടങ്ങിയത് തന്നെ ഈ ചേട്ടൻ്റെ ഇന്ന് വിത്തുകളൊക്കെ വാങ്ങിച്ചിട്ടാണ്. പുള്ളി നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിന് അവിടെയാണ് സ്ഥിരമായിട്ട് കാണുന്നത്. പിന്നെ എൻ്റെ നാട് എലവന്തട്ടയിൽ ഇടയ്ക്കിടയ്ക്ക് എത്താറുണ്ട്. നോർമലി വയൽവാണിപ്പോൾ നമ്മൾ ആരും മിസ്സാക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും വന്ന് കാണണം, ആസ്വദിക്കണം. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ ഉണ്ടെങ്കിലും അവർ വന്ന് കാണിക്കേണ്ട സ്ഥലമാണ് ഇത്. നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല, കാണേണ്ടത് സ്ഥലമാണ്, കാണേണ്ട ഐറ്റമാണ് ഇത്. പിന്നെ ഞാൻ എൻ്റെ സ്റ്റാൾ വന്നിട്ട് പച്ചക്കറിയിലെ വിത്തിൻ്റെ സ്റ്റാളാണ്. പയറ്, പാവല്, പടവലം, ചീര, പിന്നെ തക്കാളി, ചെടികളുടെ വിത്ത്, ഡാലിയ, സീനിയ, ബോൾസം, പിന്നെ മില്ലറ്റുകൾ, ചെറുധാന്യങ്ങൾ, നാടൻ പുളി, പിന്നെ കൃഷിക്ക് വേണ്ട വളങ്ങൾ, എല്ലാ ഐറ്റംസ് ഉണ്ട്. ഗ്രോ ബാഗുകളുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാണുകയും ആസ്വദിക്കുകയും വേണം. അതാണ് നമ്മുടെ അഭ്യർത്ഥന. നമ്മുടെ കുടംപുളി, പിഴുപുളി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഈ ചേച്ചി എല്ലാ കൊല്ലം ഉള്ളതാണ് ഇവിടെ. എല്ലാ പരിപാടി കാണാവുന്നതാണ്. പിന്നെ ഈ ഐറ്റം ചേട്ടാ, ഈ ചട്ടിയൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്ന? അതെവിടെ ആയിട്ടാണ്? മലപ്പുറം അല്ലേ? ശരി. പാലക്കാട് ഇവിടെ എത്തുന്നുണ്ട് അല്ലേ? ശരി 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 ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ, ഈ കറുപ്പ് ചട്ടിയും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്തുവാ? ഉമിക്കകത്ത് നമ്മൾ ഉമിച്ച് എടുക്കുന്നതാണ് ഈ കറുപ്പട്ടി എന്ന് പറയുന്നത്. കറുപ്പട്ടി അല്ലേ? സാധാ ചട്ടി അല്ലത്. അല്ല, സാധാ ചട്ടി കൊണ്ടുവന്ന് നമ്മൾ ഉമിയിലിട്ട് കരിക്കും. ശരി ശരി. അങ്ങനെയാണ് ഈ കറുപ്പട്ടി ഉണ്ടാക്കുന്നത്. ഓക്കെ. ഈ മണ്ണാണിത്, മൊത്തം മണ്ണാണ്. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചേ, അപ്പൊ ഈ കറുപ്പ് ചട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടെമ്പർ കൂടും. അതായത് നമ്മൾ ഗ്യാസിലൊന്നും വെച്ച് കഴിഞ്ഞാൽ ചൂട് പൊട്ടത്തില്ല. അതെ അതെ അതെ. ശരി ശരി. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല എന്തുവാണെന്ന്, ഈ പഴയകാല സാധനം എന്താണെന്ന്. വഞ്ചിയുണ്ട്, ഇതാണ്ട് മണികളുണ്ട്, ഇതാണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കുറെ ബൾബുകൾ ഇടും അതിനകത്തുള്ള. ബൾബൊക്കെ ഇട്ട് ഒരു പല പല സാധനങ്ങൾ ചെയ്യാം അതിനകത്ത്. അതാണ്ട് ഭസ്മച്ചട്ടി, അത് ഭസ്മച്ചട്ടി. അങ്ങനെ ഓരോ സാധനങ്ങളാണിത്. പിന്നെ ഇത് തിരിക എന്ന് പറയും. അങ്ങനെ ചൂടുകാലം ആകുമ്പോൾ കൂജയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ടാവും. അത് നല്ല കൂജയുണ്ട്, പല സൈസുള്ള കൂജയുണ്ട്. പിടിക്കൂജയുണ്ട്, അതുപോലെ പിന്നെ ടാപ്പ് കൂജയുണ്ട്. അങ്ങനെ ഇത് മൺപരണി. ഇതിനൊക്കെ എന്ത് കൂജയ്ക്ക് എന്ത് വില വരുന്നത്? വിലയുള്ള 200 രൂപ മുതൽ 250. ഭരണി എങ്ങനെ? ഭരണി വലിയ ഭരണിയുണ്ട്. ഇത് ചീനപ്പരണി എന്ന് പറയും, പഴയകാല ചീനപ്പരണി. പഴയകാല ചീനപ്പരണിയാണ്. 800, 700, 600, 300 പല വില. ഇടികല്ല് പെട്ടെന്ന് നമുക്ക് ഒരു ചീനി പൊഴിങ്ങിട്ട് ഒന്ന് ചമ്മന്തി അടിച്ച് എളുപ്പം ഒന്ന് ചമ്മന്തി ഉണ്ടാക്കാം. അതുപോലെ വെറൈറ്റി ഗ്ലാസുകളുണ്ട്. വെറൈറ്റി ഗ്ലാസുകൾ, അതുപോലെ മൺപാത്രം, അതുപോലെ മൺപാത്രങ്ങളുണ്ട്. അതായത് ഈ പ്ലേറ്റുകൾ, മൺപ്ലേറ്റുകൾ, അടിപൊളി പ്ലേറ്റുകളാണിത്. ഇത് പ്ലേറ്റുകളാണ് ഇതല്ല. അതുപോലെ മണ്ണിന്റെ കപ്പുണ്ട്. ചേട്ടാ, ഇതിനൊക്കെ എന്നാ വില? ഇതൊക്കെ വില കുറവുള്ള 70 രൂപ വിലയുള്ളൂ. കപ്പൊക്കെ ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, വെറൈറ്റി ഐറ്റംസുകളെല്ലാം ഉണ്ട്. അതുപോലെ ഇല പ്ലേറ്റുകളുണ്ട്. ഇല പ്ലേറ്റുകൾ. ചേട്ടാ, ഇതെന്താ സാധനം? അത് ഇതുപോലെ മണ്ണിന്റെ തന്നെ, നമ്മളെ ഈ പിന്നെ മീനൊക്കെ പൊരിക്കാനൊക്കെ അടുപ്പ് വെക്കുന്ന മണ്ണിന്റെ സാധനം. എല്ലാം മണ്ണിന്റെ. പിന്നെ മൺഭരണികൾ. ഇതെല്ലാം നമുക്ക് ശരീരത്തിന് ദോഷമില്ലാത്ത സാധനങ്ങളാണിത് മൊത്തം. ശരീരത്തിന് ദോഷമുള്ള ഒരു സാധനമില്ല, പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. എല്ലാം മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമാണ്. ശരി. ഇപ്പൊ ചേട്ടാ സ്ഥിരമായിട്ട് ഇവിടെ കച്ചവടം എല്ലാ വർഷവും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനെ അറിയാലോ? ഞങ്ങൾക്ക് ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ്. ശരി. അപ്പൊ ചേട്ടാ, ഈ ഏപ്രിൽ 14 വരെ ഇവിടെ ഉണ്ടാവും? ഒരു മാസക്കാലം ഇവിടെ ഉണ്ടാവും അല്ലേ? ശരി. ഓക്കെ. ഇതും കരിക്കത്തുകളും അങ്ങനെ ഉള്ള ഇരുമ്പ് ഉപകരണങ്ങളൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ്. ചേട്ടാ, ഇതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണോ? എവിടുന്നാ വരുന്നത്? താമരക്കുളം അല്ലയോ? അത് ആലപ്പുഴയോ? താമരക്കുളം എന്ന് പറഞ്ഞാൽ ഇത് ആലപ്പുഴ ജില്ല അല്ലേ? ശരി.
ഇവിടെ നമ്മുടെ ഈ കോടാലിക്ക് ഇതിന് പിടിയെല്ലാം ഇവിടെ തന്നെ കിട്ടുമല്ലോ? ഓക്കെ ഓക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് കിട്ടും. എല്ലാം നല്ല സാധനങ്ങളാണ്, എല്ലാം ഉരുക്കി തീർത്തതാണ്, പ്ലേറ്റ് വരുന്നതാണ്. ശരി. ഇതെല്ലാം കാച്ചോളവും പാത്രം എല്ലാം അടിച്ചെല്ലാം പിടിക്കുറ്റങ്ങളും മൊത്തം തീർത്തതാണ്. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് മൊത്തം കൊടുക്കും. അപ്പൊ നമുക്ക് നേരെ കൊണ്ടങ്ങ് ഉപയോഗിച്ചാൽ മതി. ഉപയോഗിച്ചാൽ മതി. കൊല്ലന്റെ അടുക്കെ പോകാനോ ആശാരി അടുക്കെ പോകാനോ കൈ അടിക്കാനോ ഉറപ്പിക്കാനോ ഒന്നും നടക്കില്ല. എല്ലാം നല്ലതാണ്. പിന്നെ പഴയ കാലത്തെ പറ, ചങ്ങരി, നാരി, വെഞ്ചറ ഇങ്ങനെയുള്ള ഉത്സവങ്ങളെല്ലാം കയറുക. വേറെ കാര്യം ചോദിച്ചേ, നമുക്ക് ഏതൊക്കെ പനയുടെ പിടി? കാഞ്ഞരമുണ്ട്. ശരി. അത് തമ്മിൽ വില വ്യത്യാസം ഉണ്ടോ തമ്മില്? എല്ലാം ഒരു 10-20 രൂപയുടെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഉറപ്പിച്ച് ചാർജ് 50 രൂപ മേടിക്കുന്നുള്ളൂ, പുറത്താണ് 100 രൂപ മേടിക്കും. ശരി. പിന്നെ നമ്മൾ മെനക്കെട്ട് പോവുകയും വേണം. മെനക്കെട്ട് പോവുകയും വേണം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കൊണ്ടുപോവാ, ഉപയോഗിക്കുക. ശരി. ഗഞ്ചിയുടെ എന്താ തോലാണോ അത്? എങ്ങനെ വില തന്നെ? ആടിന്റെ തോല് കൊണ്ടുണ്ടാക്കുന്നത് അല്ലേ? ആട്. ഈ പടക്ക് എങ്ങനെ വില? സെറ്റ് ആട്ടാ ഇല്ലയോ? 9,500 അല്ലേ? ശരി. 7,500 അല്ലേ? എന്ത് തടിയല്ല ഉണ്ടാക്കുന്നത്? പ്ലാവ് തോടിൽ ഉണ്ടാക്കുന്നത് അല്ലേ? ശരി. നമ്മുടെ ചെങ്ങടിക്കൊക്കെ എന്നാ വിലയാ? ചങ്ങടി മാത്രം 550 അല്ലേ? നാഴി 240. നാഴി 240. പാക്കുവട്ടി ഇപ്പോഴും പാക്കുവട്ടിക്ക് ഡിമാൻഡ് ഉണ്ടല്ലയോ? ആവശ്യക്കാരുണ്ട്. അതെ. ശരി. എങ്ങനെയാണ് വില? അത് 525 അല്ലയോ? അത് ചക്ക വെട്ടി എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. ചക്ക വെട്ടാണ്. പിന്നെ ഭാഗവതവും രാമായണവും ഒക്കെ വെച്ച് വായിക്കുന്ന സ്റ്റാൻഡ്. ശരി. ചപ്പാത്തി പലക. ഓക്കെ. ഇതാണ് ചക്ക വെട്ടി അല്ലേ? ചക്ക വെക്കുക, നമ്മുടെ പാക്കുവട്ടിയൊക്കെ വെട്ടുന്ന പോലെ തന്നെ താഴോട്ടങ്ങ് വയ്ക്കാൻ മതി ഇല്ലയോ? എങ്ങനെ ഇതിന് വില വരുന്നത്? 1,050 രൂപ അല്ലയോ? കരിക്ക് വെട്ടാൻ ചക്ക വെട്ടാൻ വളരെ എളുപ്പമാണ്. മെനക്കെടണ്ട. അതിലൊക്കെ പോയിട്ട് കോടാലി തപ്പേണ്ട ആവശ്യം ഒന്നും വേണ്ട. ഇപ്പൊ ചക്കയുടെ സീസണാണ്, എല്ലാവർക്കും ഉപയോഗപ്പെടും. കരിക്ക് വെട്ടാം. 1,050 രൂപ അല്ലേ? ശരി. പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള മസാലകളും അതൊക്കെ കിട്ടുന്ന ഒരു ഇതുണ്ട്. കുടംപുളി എങ്ങനെ വില? 280 അല്ലേ? നാടൻ തന്നെയാ? നാടൻ പുളി. വളംപുളിക്കോ? 200. ഇത് രണ്ട് സെയിം വിലയുടെ എന്നാ വ്യത്യാസം ഉണ്ടോ? സെയിം വില അല്ലേ? മസാലയൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഇതൊക്കെ? ഇടുക്കി മസാല അല്ലേ? ഇതെന്തിനുള്ള? ശരി. എങ്ങനെ വില? ഇതിനെങ്ങനെ വില? കിലോ 400 അല്ലേ? ഇതെന്താ ചോളപ്പൊടിയോ? ഓക്കെ. ചോളപ്പൊടിക്ക് എങ്ങനെ വില? ശരി. ഇട്ടായിരുന്നേ. പിന്നെ ഇതും ഇരുമ്പ് സാമഗ്രി ഇതൊക്കെ കിട്ടുന്ന ഒരു സ്റ്റാളാണ്. നമ്മൾ ആദ്യത്തെ കൂടെ കാണിച്ചു, അതുകൊണ്ടാണ് എല്ലാം എടുത്ത് കാണിക്കാഞ്ഞത്. ഇവിടെയും അത്യാവശ്യം എല്ലാം ഉണ്ട്. അപ്പം വിലയും ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലായിടത്തും ഏതാണ്ട് സെയിം വില തന്നെയാണ്. കാരണം ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം വെട്ടാനൊന്നും നോക്കത്തില്ല. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റും ഒരു പാത്രക്കടയൊക്കെ ഉണ്ട്. നമ്മുടെ കേറ്ററിംഗുകാർക്ക് പറ്റിയ വലിയ ബിരിയാണി ചെമ്പുകളും അതെല്ലാം അലൂമിനിയത്തിൻ്റെ ഇതുണ്ട്. തൂക്കമാണ് എഴുതിയേക്കുന്നത്. 24,800 എന്ന് വെച്ചാൽ അതിൻ്റെ തൂക്കമാണ്. അത്രയും വെയിറ്റുള്ള ഐറ്റമാണ് ഇത്. തൂക്കമല്ലേ എഴുതിയേക്കുന്നത്? ശരി. ഇതിൻ്റെ വിലയെല്ലാം തൂക്കം അനുസരിച്ചാണ് വില വരുന്നത്. ശരി. 800. ഓക്കെ. അലൂമിനിയത്തിൻ്റെ തൂക്കം വെച്ചിട്ടാണ് വില പറയുന്നത് അല്ലയോ? ശരി. ഓക്കെ. ഇവിടെയൊക്കെ എല്ലാ വർഷം ഇവിടെ ഓമല്ലൂർ വയൽവാണിഭത്തിന് സ്ഥിരമായിട്ട് എത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് വന്ന് വാങ്ങുന്നവരാണ് കൂടുതലും. പിന്നെ ഇത് ഉരുളി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ട്. ഇതുമെല്ലാം തൂക്കമല്ലേ ചേട്ടാ? എല്ലാം തൂക്കമാണ്. ഓക്കെ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? കൊണ്ടുവരുന്നേ മാന്നാർ അല്ലയോ? ശരി. അവിടെ പണ്ട് തൊട്ട് ഇതൊക്കെ ഫേമസ് അല്ലയോ? അടുത്ത്. അതെ. എല്ലാ കൊല്ലം ഇവിടെ എത്താറുണ്ട് ഇല്ലയോ? 10-20 വർഷമായിട്ടുണ്ട്. ശരി. പിന്നെ അങ്ങോട്ടും ഇവിടെ മിക്സർ അങ്ങനെയുള്ള കോഴിക്കോട് അലുവ അതൊക്കെ കിട്ടുന്ന ഒരു സ്റ്റാൾ അവിടെ ഉണ്ട്. നമ്മളെല്ലാം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം ലെങ്തി ആയി പോവും. ചേച്ചി മുന്തിരി തൈക്ക് എങ്ങനെ വില? 50 ഇല്ലയോ?
ഇത് നിങ്ങൾ സ്വന്തമായിട്ട് മുളപ്പിച്ചെടുക്കുന്നത് അല്ലയോ? ഓക്കെ. കായ്ച്ചു തുടങ്ങിയതിൻ്റെ വള്ളി തന്നെയാണല്ലോ? ശരി. 50 രൂപ അല്ലേ? ഇത് ഏതിനം പ്ലാവാണ്? വിയറ്റ്നാം ആണോ? ഇത് എങ്ങനെയാ അതിൻ്റെ വില എങ്ങനെയാ തൈക്ക്? 250 അല്ലേ? ഇത് കൊണ്ടുപോയി എത്ര കാലം തൊട്ട് കായ്ച്ചു തുടങ്ങും? ആന്നില്ലയോ? ബഡ് തൈ എന്നോ എയർലൈനിങ് ആണോ? ബഡാണല്ലേ? ശരി. 1 വർഷം കൊണ്ട് കായ്ക്കുമോ? വില എന്താ പറയുക? 250 രൂപയാണല്ലേ? അമ്മ പറയുന്നത് 1 വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ്. വിയറ്റ്നാം എയർലൈൻ. അമ്മ തെങ്ങ് തൈ എങ്ങനെ വില? മലേഷ്യൻ കുള്ളനാ അല്ലയോ? കുറ്റിയാടിയുണ്ട്. 250 അല്ലേ? ശരി ശരി ശരി. അമ്മയുടെയൊക്കെ നേഴ്സറി എവിടെ ആയിട്ടാണ്? എവിടെ ഉണ്ട്? ശരി. ശരി. ശരി ശരി ശരി. ഇത് റെഡ് ലേഡിയാണോ ഓമയ്ക്ക? എങ്ങനെ തൈക്ക്? 100 അല്ലേ? നമ്മുടെ കിൻഡൽ പാലയാണോ? ഉണ്ടോ? കിൻഡലില്ലേ? പിന്നെ ഉള്ളത് ഏതാ? ശരി. കുറ്റിക്കുഴയുള്ളതിൻ്റെ തൈക്ക് എങ്ങനെ? 120 അല്ലേ? ശരി ശരി. ഓക്കെ. അതിനെങ്ങനെ വില? 350 അല്ലേ? അപ്പം നമ്മുടെ ഓമല്ലൂർ കൃഷിഭവനുണ്ട് ഇതിനകത്ത് തന്നെ. അതിന് തൊട്ടടുത്തുള്ള സ്റ്റാളാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിലയ്ക്ക് ഈ ഐറ്റമൊക്കെ കിട്ടും. ഇവിടെ ഒരു വലിയ നേഴ്സറിയുടെ സ്റ്റാളാണ്. ഇത് ടിഷ്യൂ വാഴകളാണ്. ടിഷ്യൂ വാഴ തൈയുണ്ട്. പിന്നെ ഗംഗാബോണ്ടം തെങ്ങിൻ തൈകളുണ്ട്. വിവിധ ചെടികളുണ്ട്. നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ വില ചോദിച്ച് വീഡിയോ ഇടാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. ഈ കാണുന്ന മൊത്തം വെറൈറ്റി റോസാ ചെടികളാണ്. നന്നായിട്ട് പൂത്ത് കണ്ടില്ലേ? ഒരുപാട് മുട്ടുകളുണ്ട്. നിറയെ മുട്ടുണ്ടായി നിൽക്കുന്ന റോസാ ചെടികളാണ്. പിന്നെ നമ്മുടെ പഴയ ടൈപ്പ് നന്ദ്യാർ വട്ടം അതുകൊണ്ട് അതൊക്കെ പൂത്തു തുടങ്ങിയതാണ്. അഡീനിയത്തിൻ്റെ തന്നെ 350 രൂപ വില കൊടുത്തിട്ടുണ്ട് കേട്ടോ. അഡീനിയം 350 ഒരു ചട്ടിക്ക്. ഈ കാണുന്നതൊക്കെ ഹൈബ്രിഡ് റോസാണ്. പിന്നെ 10 മണിച്ചെടി 40 രൂപ. ഇംബീഷ്യ 60. അതും കുറേ വെറൈറ്റി ഉണ്ട്. ഇംബീഷ്യ ഒരു കവറിനല്ലേ 60 വെച്ചത്? ശരി. മണ്ണാശ്ശേരി അല്ലേ? ശരി. ഇത് 300 അല്ലേ? ഇതെന്ത് ചെടിയായിരുന്നു? എങ്ങനെ അതിന് വില? 300. എല്ലാ കളറിനും സെയിം വില തന്നെ ഇല്ലയോ? അതേപോലെ നമ്മുടെ പ്ലാവിന്റെ തൈകളുണ്ടല്ലോ, അതിനൊക്കെ എങ്ങനെ വില വരുന്നത്? 200 ഉണ്ട്, 250 ഉണ്ട്, 300 ഉണ്ട്. നമ്മുടെ വിയറ്റ്നാം കയറിലേക്കാണെങ്കിൽ 200 തൊട്ട് കിട്ടും അല്ലേ? ശരി ശരി. ഇത് പ്ലാവ് ഏതാ ഈ കഴിക്കുന്നത്? വിയറ്റ്നാം കയറിലേ? ഇതിന് 1 വർഷം കൊണ്ട് കായ്ക്കും. ഇതിനെങ്ങനത്തെ വില പറഞ്ഞു? 200 രൂപ ഉള്ളു ഇല്ലയോ? ശരി ശരി. ഉണ്ടല്ലയോ? പിച്ചി 70 ഇല്ലയോ? 70 രൂപ. പിന്നെ മാവ് ഏതൊക്കെയാ ഇരിക്കുന്നത്? ഓൾ സീസൺ 300. 350 അല്ലേ? മൾബറിക്ക് തന്നെ വില വരുന്നുണ്ട്? 250 അല്ലേ? മുരിങ്ങ 150 ഉണ്ട്, 50 ഉണ്ട്, 50 ഉണ്ട് അല്ലേ? ശരി ശരി. ഇപ്പോൾ ഓരോന്നിൻ്റെ വില പറയാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ ഇവിടെ ഒന്നും തീരത്തില്ല. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് നേരിട്ട് ഇവിടെ വന്നിരിക്കുക, വില ചോദിക്കുക. എന്ന് പറയുന്ന ചെടിയാണത്. അത് 40 ഉണ്ട്, 60 ഉണ്ട്. ശരി ശരി. മംഗോസിന് 200 രൂപ കിട്ടുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ റംബൂട്ടാൻ N18 ഉണ്ടോ? ഉണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്. N18 എന്താ വില വരുന്നുണ്ട്? N18 വരുമ്പോൾ നമുക്ക് 300 രൂപ 350 വരുന്നുണ്ട് ഇല്ലയോ? മറ്റേതിനോ? സ്കൂൾ ബോയ്ക്ക് 300 ഉള്ളു ഇല്ലയോ? പിന്നെ ബുഷ് ആപ്പിളോ? ബുഷ് ഓറഞ്ച്. ഓ ശരി ശരി. 300 250 അല്ലേ? ശരി ശരി. സപ്പോർട്ട ഉണ്ട്, അതുപോലെ തന്നെ ബനാന സപ്പോർട്ട ഉണ്ട്. ശരി ശരി. ഫുട്ബോൾ ബോൾ
സപ്പോർട്ടും ഉണ്ട്. 200, 300. 200, 300. നമ്മൾ ഓർക്കിഡിനോ? ഓർക്കിഡാകുമ്പോൾ 300 രൂപ. ഓർക്കിഡ് 300 അല്ലേ? തൈ ഉണ്ട് 120. 102 തൈയും ഉണ്ട്. ശരി. അപ്പൊ ഈ മാസം ഫുള്ള് ഏപ്രിൽ 14 വരെ ഇവിടെ ഉണ്ടാവും അല്ലയോ? ശരി. 14-15 വരെ ഉണ്ട് അല്ലയോ? രൂപയുണ്ട്, മധുരമുള്ള രൂപയുണ്ട്. അന്തൂടെ എങ്ങനെ? 350. 350 അല്ലേ? ശരി. സ്നേക്ക് പ്ലാന്റ് ഉണ്ട് 350. 350 അല്ലേ? സ്നേക്ക് അഗ്ലോണിമ ഇരിപ്പുണ്ട് 350. അഗ്ലോണിമ. ശരി. അങ്ങനെ പിന്നീട് സ്വീറ്റ് ചെറിയുണ്ട്, മാതളനാരമുണ്ട്, ലോങ്കനുണ്ട്, നെല്ലിപ്പുളിയുണ്ട്. ഈ കാണുന്നതാണോ നെല്ലിപ്പുളി? അതെങ്ങനെ വില? അതിന്റെ വില 100 രൂപയുള്ളൂ. 100 ഉള്ളൂ ഇല്ലയോ? ബെറാപ്പാപ്പിളുണ്ട്. ശരി. ഓറഞ്ച് അല്ലേ? ചെറുനാരകം. ഓക്കെ. ഈ കാണുന്ന ഏത് അത്തിയാണോ? എന്തോ അത്? അത്തിയോ? അത് അത്തിയാണ്. അതിനെങ്ങനെ വില വരുന്നത്? അത് 150 രൂപ. 150. കൊക്കോ ഉണ്ട് അല്ലേ? ഇപ്പൊ ആളുകൾ ഇപ്പൊ കൊക്കോ ഒരുപാട് ഡിമാൻഡ് വീണ്ടും വന്നു തുടങ്ങിയില്ലയോ? ഇപ്പൊ ചോക്ലേറ്റിനൊക്കെ ഡിമാൻഡ് കൂടിയോണ്ടേ മുള്ളാത്തയുണ്ട് അല്ലേ? സാന്തളം എന്ന് പറയുന്ന ചെടിയുണ്ട്. ശരി. പിന്നെ അതുപോലെ തന്നെ അവിയുണ്ട്. ഇപ്പൊ മറ്റെങ്ങും കിട്ടാത്ത ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള അങ്ങനെ ഈ ഫോറിൻ പഴങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഏതാ ഉള്ളത്? അതിനകത്ത് സ്വീറ്റ് ചെറിയുണ്ട്, ജയ്പാനി ചെറിയുണ്ട്, അതിന്റെ ആപ്പിളുണ്ട്, അതിന്റെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റങ്ങൾ ഇരിപ്പുണ്ട്. പിന്നെ കിളിക്ക് വേണ്ടിയിട്ട് ഒരു ഐറ്റം ഉണ്ട്, കിളിഞ്ഞാവല്. പക്ഷികളെ വളർത്തുന്നവരാ, അതിന് പറ്റിയ കിളിഞ്ഞാവലുണ്ട്. അതാണ് ഇതോ? അതാണ്. ശരി. അതെ. അതിന് വേണ്ടിയുള്ള നിറയെ കായ പിടിച്ചിരിക്കുന്നത്. ശരി. കൊടുക്കാൻ പറ്റുന്നത്. ഇതെങ്ങനെ വില? ഇതിന്റെ വില ചെറിയതൊക്കെ 100 രൂപയുള്ളൂ. 100 ഉള്ളൂ ഇല്ലയോ? ശരി. പിന്നെ കശുമാവ് തന്നെ ആഫ്രിക്കൻ്റെ ഇരിക്കുന്നത്, അതാകുമ്പോൾ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന ഇപ്പൊ ഉണ്ട് ഇവിടെ. ശരി. കായ്ച്ചു നിൽക്കുന്ന. ഇതിനെങ്ങനെ കായ്ക്ക് വലിപ്പമുണ്ടോ? വലിയ കായാണ്. അതുപോലെ തന്നെ പറയാം തൃപ്പലികൾ ബഡ് കുരുമുളകുണ്ട്. തെക്കൻ അതിന്റെ തൈ കിട്ടും 200 രൂപയ്ക്ക്. 200 അല്ലേ? ഒരു കുരുവിൽ തന്നെ ഉണ്ട്. മനസ്സിലായി. ഒരു ദിക്കേ തന്നെ കൊല പോലെ വരും. തൃപ്പല്ലിയാണ്. ഇതെങ്ങനെ വില? ഫെനോസസ് 590 രൂപ. 590 അല്ലേ? തൈ കിട്ടും 200 രൂപയ്ക്ക്. 200 അല്ലേ? പിന്നെ പന്നീരിന്റെ കുരുമുളകുണ്ട്. പന്നീർ കണ്ണ്. അതിനെങ്ങനെ വില? അതിന്റെ വില 100 രൂപയുള്ളൂ. നമ്മുടെ ഇതിനോ? കരിമുണ്ട ഇരിപ്പുണ്ട്, അതിന്റെ കുരുമുളകിന്റെ കരിമുണ്ടയുണ്ട്. കരിമുണ്ട അല്ലേ? അത് 200 രൂപയ്ക്ക് കിട്ടും. കരിമുണ്ട 200. ഓക്കെ. ശീമപ്ലാവ്. ശീമപ്ലാവ് 200 രൂപയുള്ളൂ. 200 ഉള്ളൂ. ജാതി തന്നെ അതിനും ഇത് വിശ്വസരി എന്ന് പറഞ്ഞ ഇനമുണ്ട്, ഹൈബ്രിഡ്. ശരി. അതിനാകുമ്പോൾ 450 രൂപയാണ്. 2 തൊട്ടൊക്കെ തിരിഞ്ഞിട്ടുള്ളത്. ശരി. കൊക്കോ പ്ലം ഉണ്ട്, ആപ്പിൾ ചാമ്പയുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എന്ത് വേണേലും എല്ലാം ഇവിടെ ഉണ്ട്. ഇന്നില്ലെങ്കിൽ നാളെ നമ്മൾ കൊടുക്കൂലേ? അങ്ങനെ കട നമുക്കുണ്ട്, അടൂരുണ്ട് നമ്മുടെ കട. ശരി. മണ്ണാഞ്ചേരി അല്ലേ? 5 രൂപ. ശരി. ഏതിനും തയ്യാ ഇത്? ഇത് കൊല്ലയാണ്. ഏതിന്റെ ഏത് ഇനമാണെന്നറിയാം? അത് ഇനത്തിൽ എനിക്ക് വ്യക്തമല്ല സാറേ. ഇല്ല. കൊല്ലയാണ്, കാന്താരി മുളക്. ശരി. ഇത് അമരപ്പയറാണ്. വഴുതനത്തേക്ക് എങ്ങനെ? 5 രൂപ. 5 രൂപ. തക്കാളി വഴുതന. ഇത് ബന്ദി. ഓക്കെ. പിന്നെ വഴുതനത്തേക്ക് എല്ലാം 5 ഉള്ളൂ. 5 രൂപയുള്ളൂ. ശരി. നല്ല അടിയന്തര തൈകളുണ്ട്. ശരി. സൺഡേ മണ്ട എന്ന് പറയുന്ന ചെടിയുണ്ട്. നീലാമരി ഉണ്ട്. ഈ വഴുതന ഏത് സൈസ്? ആനക്കൊമ്പൻ. വെള്ള. ശരി. പിന്നെ അഗസ്ത്യൻ ചീരയുണ്ട്. റെഡ് ലേഡി ഓമയുണ്ട്. റെഡ് ലേഡി എങ്ങനെ? റെഡ് ലേഡി 50 രൂപ. 50 രൂപ അല്ലേ? ശരി. പിന്നെ ഇങ്ങോട്ട് മാറിയുള്ള കിലോ പേര, കിൻഡൽ പേര അല്ലയോ? ഇതിനെങ്ങനെ വില? ഇതിനാകുമ്പോൾ 250 അല്ലയോ? ശരി. പിന്നെ ഇതുണ്ട്, പ്ലാവാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? 1 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ്. 1000 രൂപയ്ക്ക് കിട്ടും അല്ലയോ? ശരി. ഇതുണ്ട് സാറേ. അതുപോലെ തന്നെ ചക്ക പിടിച്ച പ്ലാവ് കൊണ്ടിനകത്ത് 1 വർഷം ഇതുണ്ട്. ശരി. കണ്ട് വലിച്ചു. ഓക്കെ. അതിന് 250 രൂപ കിട്ടുന്ന പ്ലാവുകളാണ്. ശരി. മാങ്ങ അതുണ്ടോ? അത് കായ്ച്ചിരിക്കുന്ന മാവാണ്. നിറയെ മാങ്ങ 1 വർഷം കൊണ്ട് പിടിക്കുന്നത്. ഈ തൈക്ക് തന്നെ വിലയുണ്ട്? 250 രൂപ ഉള്ളൂ. നല്ലോണം തെങ്ങിൻ തൈകളുണ്ട്. 2.5 വർഷം കൊണ്ട്. മലേഷ്യൻ കുള്ളനാ അല്ലേ? അതിനെങ്ങനെ വില വരുന്നത്? മലേഷ്യൻ കുള്ളനല്ല, അത് മലേഷ്യൻ കുള്ളനാണ്. മലേഷ്യൻ കുള്ളൻ. ഗംഗാബോണ്ട് ഉണ്ട്. അല്ലയോ? ഇരുമ്പിപ്പുളി തന്നെ, കുറ്റിയാടിയുണ്ട്. ഈയാണ്ടിടിയുണ്ട്. ആലപ്പാടി മാവുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഇനങ്ങളെല്ലാം എല്ലാം ഉണ്ട്. അതായത് നമുക്ക് വേണ്ടുന്ന വേറെ എങ്ങും തപ്പി പോകണ്ട, നേരെ ഇങ്ങോട്ട് പോകണ്ട, എല്ലാവരും എടുത്ത് വന്നാൽ മതി. അതെ. നമ്മുടെ ആപ്പിളാണിത്. ശരി. അതായത് നമ്മുടെ മേള നടക്കുന്നതിന് ഏറ്റവും ലാസ്റ്റിങ് വന്നാൽ മതി. ഇവിടെ വന്ന എല്ലാ ഐറ്റവും കിട്ടും. ഇല്ലെങ്കിൽ നാളെ കൊടുക്കും. ശരി. പറങ്ങാവ് വരെ പൂത്ത് നിൽക്കുവാണ്. ഉണ്ടോ? പൂത്ത് തുടങ്ങിയതാണ് പറങ്ങാവിൻ്റെ തൈ. ശരി. ശരിയാ. കണ്ണിമാങ്ങ ആയിട്ടുണ്ട്.
ഓക്കെ. അത് നല്ല മാങ്ങയാണ്, നല്ല മധുരമുള്ളതാണ്. അതെ അതെ, ട്രിവാൻഡ്രം സ്പെഷ്യലാണത്. അതെ. അപ്പോൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റാളാണ്, അവിടെ വന്നാൽ മതി. അവിടെ മൊത്തം ഇവിടെ ഐറ്റമേ ഉള്ളൂ. ശരി ചേട്ടാ. ഓക്കെ. ഇത് മലബാർ മിക്സർ, അതേപോലെ കോഴിക്കോട് ഹൽവയൊക്കെ കിട്ടുന്നതാണ്. നമ്മളെല്ലാ കൊല്ലം ഇവിടുത്തെ വീഡിയോ ചെയ്യുമ്പോൾ കാണിക്കുന്ന സ്ഥിരം ആൾക്കാരാണ് ഇതൊക്കെ. അതേപോലെ കോഴിക്കോടൻ ഹലുവ, അല്ലല്ല പുള്ളിക്കാരനെ ഞാൻ എല്ലാ കൊല്ലം എടുക്കുന്നതാ, എല്ലാ കൊല്ലം എടുക്കാറുള്ള. ഇത് മിക്സ് ആണ്. ഇതെങ്ങനെ പാക്കറ്റ്? 50. 50 പാക്കറ്റ് അല്ലയോ? ശരി ശരി. ഒരു പാക്കറ്റ് 50. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടും. നമുക്ക് എല്ലാത്തിൻ്റെ ടേസ്റ്റ് നോക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും വരുമ്പോൾ നമുക്ക് കൂടുതൽ ഒന്നിച്ച് ബൾക്കായിട്ട് വാങ്ങിക്കാൻ പറ്റും. പൊന്നു, ഇനി എന്താ വേണ്ടേ? വേണോ? പോയി വാങ്ങിച്ചോ. കൈ പൈസയൊക്കെ ഉണ്ടല്ലോ ഇല്ല? ഓക്കെ ഓക്കെ. ഇവിടെ പാനിപ്പൂരി ഉണ്ടേ നമുക്ക്. അപ്പോൾ നമുക്ക് പൊന്നിൻ്റെ ഫേവറേറ്റ് ആണ്. നമുക്ക് പാനിപ്പൂരി വാങ്ങിച്ചു കൊടുക്കാം. പാനിപ്പൂരി എങ്ങനെയുണ്ട്? പാനിപ്പൂരി 50. ഓക്കെ. ടീക്ക്. അതുപോലെ എല്ലാ ബജ്ജികളും എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് നമ്മുടെ കോളിഫ്ലവർ അല്ലേ? കോളിഫ്ലവർ ബജ്ജി. अच्छा, आप किधर का था? मैं मालदा जिला का, वेस्ट बंगाल। वेस्ट बंगाल का। इधर किधर काम करते हैं? इधर ओमेलोर मॉडल एजेंसी कटा कंपनी में काम करता है। ठीक है। कितने साल हो गए इधर? मेरा 4 साल हो गया। 4 साल हो गया। मलयालम मालूम है? हाँ मालूम है। सही है। इधर कैसे लग रहे? वेस्ट बंगाल से ज्यादा पैसा मिलता है? मिलता है। घर पर बेचने के तो अच्छा सा मिलेगा ना? अच्छा, आप लोगों के लिए गल्फ है? जितना काम करेगा उतना पैसा मिलेगा। ठीक है ठीक है, शुक्रिया भाई। ठीक है, थैंक यू. കളഞ്ഞോ? അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്, ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പൊന്നു എന്തൊക്കെയാ വേണ്ടേ? എടുത്തോ പൊന്നെ, എടുത്തോ. ചെറിയ പാക്കറ്റ് എടുത്തോ. ഇനി തോന്നെ ഇനി എന്താ വേണ്ട? ഹലുവയോ? എടുത്തോ. കൊടുക്കാം, നിങ്ങൾ പാക്കറ്റ് ഇട്ട് തരും. $500 ബാക്കി 400 വാങ്ങിച്ചോ. 500 കൊടുത്തിട്ട് ബാക്കി 400 വാങ്ങിച്ചോ. ഇപ്പം നമ്മളിവിടെ ഓമല്ലൂർ വന്നു കഴിഞ്ഞാൽ എല്ലാ കൊല്ലം ഉള്ളതാണ്, ഉള്ള ഐറ്റമാണ്. കോഴിക്കോട് ഹലുവായും അതുപോലെ ഇവിടുത്തെ കിട്ടുന്ന മിക്സറും. ചെറിയ പാക്കറ്റ് എടുത്തേ, വലുതല്ലേ. 50 പാക്കറ്റാണ് രണ്ടും എടുത്തത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ 500 കൊടുത്ത് ബാലൻസ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം മിനിമം ബഡ്ജറ്റുള്ള പരിപാടിയേ ഉള്ളേ. പിന്നെ ഈ മേള നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓമല്ലൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെയൊക്കെ ബാക്കിലുള്ള മാർക്കറ്റിലാണ്. ഈ ജംഗ്ഷൻ അറിയപ്പെടുന്നത് മാർക്കറ്റ് ജംഗ്ഷൻ എന്നാണ്. കൈപ്പട്ടൂർ പത്തനംതിട്ട റൂട്ടിലായിട്ടാണ് ഈ ജംഗ്ഷൻ ഉള്ളത്. അപ്പോൾ ഈ മേള നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 15 തൊട്ട് ഏപ്രിൽ 15 വരെയാണ്. ഇപ്പോൾ ഈ മേള തുടങ്ങിയിട്ട് 10-11 ദിവസം ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ കാർഷിക വിപണന മേള ആയതുകൊണ്ട് തന്നെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്റ്റാളുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. ഇവിടെ പിന്നെ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. വീഡിയോയ്ക്കകത്ത് ആൾക്കാരെ കാണിക്കുന്നതിലൊന്നും വിഷയങ്ങളൊന്നുമില്ല, ആർക്കും പരാതിയൊന്നുമില്ല. കാരണം ഇതൊരു കാർഷിക വിപണന മേള ആയതുകൊണ്ട് തന്നെ കൂടുതലും ഫാമിലിയാണ് ഇവിടെ എത്തുന്നത്. പക്ഷേ പ്രശ്നം പറ്റിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരാമൺ കൺവെൻഷൻ പോയപ്പോഴാണ്. അവിടെ നമ്മളിങ്ങനെ സ്റ്റാളിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ഫ്രെയിമിലൊക്കെ വന്ന് കയറുന്ന ചില പെങ്കൊച്ചുങ്ങളും അതുപോലെ പയ്യന്മാരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഞങ്ങളുടെ വീഡിയോ കാണിക്കല്ലേ, ഞങ്ങളെ ആ വീഡിയോക്കകത്ത് കാണിക്കല്ലേ എന്നൊക്കെ. അതിനുള്ള റീസൺ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നവരായതുകൊണ്ട് നമുക്ക് മനസ്സിലാവും അവരുടെ വിഷമം. ഓക്കെ, കല്ലിവല്ലി.
ഇവിടെ പ്രധാനമായിട്ടും ആളുകൾ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള കൂന്താലി, അതേപോലെ തൂമ്പ, മൺവെട്ടി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. അതായത് നമ്മുടെ കൃഷിക്ക് ആവശ്യമുള്ള ഏതാണ്ട് എല്ലാ ഉപകരണങ്ങളും ഇവിടെ ലഭ്യമാണ്. അതേപോലെ വിത്തുകൾ, ചേനയാട്ടെ, കാച്ചില്, ചേമ്പ്, അങ്ങനെ കിഴങ്ങ്, നമ്മുടെ പലയിടത്തും കിട്ടാത്ത ചില നാടൻ വിത്തിനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇവിടെ കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങുന്ന വിത്തുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പഴകിയ വിത്തുകളാവത്തില്ല, ഫ്രഷായിട്ട് കിളച്ചിട്ട് വെയിലത്ത് കൊണ്ട് ഉണക്കി കൊണ്ടുവരുന്നതാണ്. അതൊന്നും കൊണ്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഒരു വിളവൊന്നും കിട്ടണമെന്നില്ല. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തനി നാടൻ വിത്തുകളാണ്, ചേനയായാലും കാച്ചിലായാലും ചേമ്പായാലും. അതുകൊണ്ട് തന്നെയാണ് ഒരു തവണ വാങ്ങിച്ച ആളുകൾ പിന്നെയും ഇവിടെ വരുന്നത്. അപ്പോൾ ഈ കണ്ടതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാർഷിക ഉപകരണങ്ങളാട്ടെ, അതേപോലെ വിത്തിനങ്ങളാട്ടെ, ഇതെല്ലാം വാങ്ങിക്കാൻ വേണ്ടി നേരെ ഇങ്ങോട്ടേക്ക് പോന്നാൽ മതി. ഫാമിലിയായിട്ട് പോരാം. പിന്നെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സ്ഥലമൊന്നുമല്ല, എങ്കിൽ പോലും നമുക്ക് ഫാമിലിയിലുള്ള പുതിയ ആളുകളെയൊക്കെ എങ്കിൽ ഇവിടെ എത്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന് കുട്ടികളെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇനിയുള്ള കാലത്ത് ആളുകൾക്ക് കൃഷി താല്പര്യം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഒരുപാട് പുതിയ ജനറേഷൻ എങ്ങനെയും കാനഡ, ഇംഗ്ലണ്ട്, ജർമ്മനി ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ മുട്ടിയിരിക്കുന്ന ആ ഒരു കാലത്തൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിൽ പോലും അവർക്കിനിയും ഇതൊന്നും കാണാനൊരു അവസരം കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് തന്നെ കഴിവതും എല്ലാവരെയും മേളയിലേക്ക് ഒന്ന് പങ്കെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം മറ്റൊരു വിഷയം, മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്.